ഈ അപകടത്തിൽ മരണമടഞ്ഞ ഗോപാലൻ എന്നയാളുടെ ബന്ധു ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലനൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മിഥിലയിലേക്ക്. തീർച്ചയായും അനുജ, ഗോപാലിന്റെ ബന്ധുവാണ് എനിക്കൊപ്പം ചേരുന്നത്. എന്ത് അസുഖമായിട്ട് കൊണ്ടുവന്നായിരുന്നു ഗോപാലിനെ? മിനിയാന്ന് അഡ്മിറ്റ് ആക്കിയതാ. വയറിന് വിഷമായിട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ എന്തോ ഇൻഫെക്ഷൻ കുടിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇൻഫെക്ഷൻ കുടിക്കുന്നതാണ്, കൂടുതൽ നേരം നോക്കുക, സർജറി നോക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ BP-ൻ്റെ വാല്യുവേഷൻ കൊണ്ട് സർജറി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ എടുത്ത് കഴിയിരുന്നു. അപ്പോൾ ഇന്നലെ സമയം പോകുന്തോറും കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. എന്നിരുന്നാലും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് കിടക്കായിരുന്നു. പിന്നെ ഇത് അതുപോലെ അങ്ങനെ കിടക്കായിരുന്നു. പിന്നെയാണ് പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. തീപിടുത്തം, പുകയും എല്ലാം കൂടി വന്നു. പെട്ടെന്ന് അതെന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയണം. തീപിടുത്തം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ പുക ഒക്കെ സ്വച്ചിട്ട് അതാണോ, ഇനിയിപ്പോൾ ഇത് വയറിങ് കത്തിയിട്ട് ഇത് കട്ടായത് കൊണ്ടാണോ മരിച്ചതെന്ന് രണ്ടും പറയാൻ പറ്റില്ല. കൃത്യമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം പുതിയ ബിൽഡിംഗ് അല്ലേ, 2 വർഷമായിട്ടല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ ഒരു തീപിടുത്തോ വയർ ഷോട്ടോ ഉണ്ടാവാൻ പാടില്ലല്ലോ. സാധാരണ 10-40 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ വയറൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് 2 വർഷമായ ബിൽഡിങ്ങിൽ എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ അതിൽ അന്വേഷണം തന്നെ വേണം. ഇത് കോണ്ടാക്ട് എടുത്താലോ ഇതാവും. ഇനി നാളെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇതാണ് അനുജ, ഗോപാലിന്റെ ബന്ധു പറയാനുള്ളത്. കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ച് 2 വർഷം മുൻപ് പണിത ഒരു കെട്ടിടമാണ്, പഴയ കെട്ടിടമല്ല. ആ ഒരു കെട്ടിടത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള സർക്യൂട്ട് ഉണ്ടായി? ഇത്തരത്തിൽ പുക ശ്വസിച്ചതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വയർ സർക്യൂട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ഉപകരണത്തിന്റെ ഒരു ഫെയിലിയർ കൊണ്ടോ ആണോ മരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് സംശയമുണ്ട്. എന്തുതന്നെയായാലും 9:30 പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുക. അതിലായിരിക്കും കൃത്യമായ ഒരു മറുപടി, ഈ കുടുംബത്തിന്റെ പരാതിയിൽ ഉൾപ്പെടെയുള്ള കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മരണം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളതിൽ വളരെ നിർണായകമാകാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്.